വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ചില കോൺവെർസേഷണൽ സ്ട്രക്ചേഴ്സ് നോക്കാം. നമ്മൾ സാധാരണ സംസാരിക്കുന്നതിനിടയിൽ ഉപയോഗിക്കേണ്ടി വരുന്ന ചില പ്രയോഗങ്ങൾ നമ്മൾ എഴുതുമ്പോഴും ഇത് യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ ഗ്രാമർ അതാണ് ഇന്ന് മെയിൻലി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എനിക്ക് നീന്താൻ അറിയില്ല എന്ന് കരുതുക. ഞാനത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതിനിടയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു എനിക്ക് നീന്താൻ അറിയില്ല എന്ന്. നിങ്ങൾക്കും അറിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് പറയും? എനിക്കും അറിയില്ല എന്ന് പറയുമല്ലേ? എനിക്കും. അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. അവൻ വന്നില്ല, അവളും വന്നില്ല, അവളും. നമ്മളിങ്ങനെ മലയാളത്തിൽ നൗൺസിനും പ്രൊനൗൺസിനും അവസാനം ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാണ് ഈ ഐഡിയാസ് എല്ലാം എക്സ്പ്രസ് ചെയ്യുന്നത്. അവനും അവൾക്കും രാജുവിനും രാധയ്ക്കും. ഇംഗ്ലീഷിൽ നമുക്കിങ്ങനെ നൗൺസിൻ്റെ അല്ലെങ്കിൽ പ്രൊനൗൺസിൻ്റെ രൂപം മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ വേറെ ചില സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കും. ഇതിന് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് സോ, ഐദർ, നീദർ, നോർ. ഈ 4 കൺജങ്ഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ ലെസണിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി നന്നായി മനസ്സിലാവും. അവരുടെ അഡ്രസ്സ് എൻ്റെ കയ്യിലില്ല. ഞാൻ പറയുകയാണ്. അപ്പോൾ കേൾക്കുന്നയാൾ തിരിച്ചു പറയുന്നത് എൻ്റെ കയ്യിലും ഇല്ല എന്നാണ്. അവരുടെ അഡ്രസ്സ് എൻ്റെ കയ്യിലില്ല എന്ന് ഞാൻ എങ്ങനെ പറയും? നമുക്കത് 2 രീതിയിൽ പറയാം. ഐ ഡോണ്ട് ഹാവ് ദെയർ അഡ്രസ് എന്ന് പറയാം. ഐ ഹാവ് ലോസ്റ്റ് ദെയർ അഡ്രസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ ഹാവിൻ ഗോട്ട് ദെയർ അഡ്രസ് എന്നും നമുക്ക് പറയാവുന്നതാണ്. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഐ ഹാവ് ലോസ്റ്റ് ദെയർ അഡ്രസ് എന്നാണ്. അതായത് അവരുടെ അഡ്രസ്സ് എനിക്ക് നഷ്ടമായിരിക്കുന്നു എന്ന രീതിയിലാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഐ ഡോണ്ട് ഹാവ് ദെയർ അഡ്രസ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് അർത്ഥം. അവരുടെ അഡ്രസ്സ് എൻ്റെ കയ്യിലില്ല. അപ്പൊ കേൾക്കുന്നയാൾ പറയുന്നത് എൻ്റെ കയ്യിലും ഇല്ല എന്നാണ്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യത്തിനോട് മറ്റേയാൾ എഗ്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കുന്നത് പറഞ്ഞ കാര്യത്തിനോട് എഗ്രി ചെയ്യുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ഐ ഹാവ് ലോസ്റ്റ് ദെയർ അഡ്രസ് എന്ന് പറയുന്നത് ഒരു അഫർമേറ്റീവ് സെന്റൻസ് ആണ്. നഷ്ടമായിരിക്കുന്നു എന്നാണ് പറയുന്നത്, പക്ഷെ ഇത് നെഗറ്റീവ് അല്ല. ഇതിനകത്ത് നമുക്ക് നെഗറ്റീവായ വേർഡ്സ് ഒന്നും കാണുന്നില്ല. ഇങ്ങനെ അഫർമേറ്റീവ് ആയ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എഗ്രി ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് സോ ആണ്. ഇവിടെ ഇപ്പം ഞാൻ പറഞ്ഞത് ഐ ഹാവ് ലോസ്റ്റ് ദെയർ അഡ്രസ് എന്ന് പറയുമ്പോൾ കേൾക്കുന്നയാൾ പറയുന്നത് സോ ഹാവ് ഐ എന്നാണ്. എൻ്റെ കയ്യിലും ഇല്ല, എനിക്കും നഷ്ടമായിരിക്കുന്നു എന്നാണ് ആൾ പറയുന്നത്. സ്ട്രക്ചർ ശ്രദ്ധിക്കുക. ഒരു അഫർമേറ്റീവ് ആയ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എഗ്രി ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക സോ ആണ്. അവിടെ നമുക്ക് നീദറോ നോറോ ഐദറോ ഉപയോഗിക്കാൻ സാധിക്കില്ല. സോ തന്നെ വേണം. അതിനുശേഷം നമ്മൾ ആ ആദ്യം വന്ന സ്റ്റേറ്റ്മെന്റിലുണ്ടല്ലോ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിലറി ഏതോ അത് തന്നെയാണ് നമ്മൾ രണ്ടാമത്തെ ആ മറുപടിയിലും ആ ഷോർട്ട് ആൻസറിലും ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഐ ഹാവ് ലോസ്റ്റ് ദെയർ അഡ്രസ് എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ ഉപയോഗിച്ച ഓക്സിലറി ഹാവ് ആണ്. അത് തന്നെയാണ് രണ്ടാമത്തെ സെന്റൻസിലും വന്നിരിക്കുന്നത് സോ ഹാവ്. പിന്നെ പറയുന്നയാള് അയാള് ഐന്ന് തന്നെ ആയിരിക്കുമല്ലോ സ്വയം പറയാം. ആ ഒരു സബ്ജക്റ്റ് അത് അവസാനമാണ് വരുന്നത്. അപ്പൊ ഈ സ്ട്രക്ചറിൽ ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ആണ്. അതായത് ഓക്സിലറിക്ക് ശേഷമാണ് സബ്ജക്റ്റ് വരുന്നത്. സോ ഹാവ് ഐ. ഇപ്പൊ ഐ ഡോണ്ട് ഹാവ് ദെയർ അഡ്രസ് എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു നെഗറ്റീവ് സെന്റൻസ് ആവുമായിരുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ സോ അല്ല ഉപയോഗിക്കുക. അത് ഇനി വരുന്ന എക്സാമ്പിൾസിൽ അത് പറയുന്നുണ്ട്, നമുക്ക് അപ്പം നോക്കാം. ഈ സ്റ്റേറ്റ്മെന്റിനെ ഇങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഇതൊരു അഫർമേറ്റീവ് സെന്റൻസ് ആണ്. അഫർമേറ്റീവ് സെന്റൻസിനോട് എഗ്രി ചെയ്യാൻ വേണ്ടി നമ്മളോട് ഉപയോഗിച്ചത് സോ ആണ് എന്ന് മനസ്സിലാക്കുക. എനിക്ക് പൂച്ചകളെ ഇഷ്ടമാണ്. ഇത് ഞാൻ പറയുകയാണ്. അപ്പൊ കേൾക്കുന്നയാൾ പറയുകയാണ് എനിക്കും ഇഷ്ടമാണ് എന്നർത്ഥം. എനിക്ക് പൂച്ചകളെ ഇഷ്ടമാണെന്ന് ഞാൻ എങ്ങനെയാ പറയാം? ഐ ലൈക്ക് കാറ്റ്സ്. എനിക്ക് പൂച്ചകളെ ഇഷ്ടമാണ്. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പൂച്ചയെ ഇഷ്ടമാണെന്നല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ കാറ്റ്സിന്റെ കൂടെ ഞാൻ ആർട്ടിക്കിൾസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഐ ലൈക്ക് ദ കാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതോ പ്രത്യേക പൂച്ചകളെ ഇഷ്ടമാണ് എന്നാണ് അർത്ഥം. ഞാൻ പറയുന്നത് എനിക്ക് എല്ലാ പൂച്ചകളെയും ഇഷ്ടമാണ്. ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ഐ ലൈക്ക് കാറ്റ്സ്. നമുക്ക് ഡോഗ്സിനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഐ ലൈക്ക് ഡോഗ്സ്. കുട്ടികളെ ഇഷ്ടമാണെങ്കിൽ ഐ ലൈക്ക് ചിൽഡ്രൻ. ഇതിന്റെ ഒന്നും കൂടെ ആർട്ടിക്കിൾസിന്റെ ആവശ്യമില്ല. കേൾക്കുന്നയാൾ എന്താ പറയുന്നത്? എനിക്കും ഇഷ്ടമാണ്. എനിക്കും എന്ന് പറഞ്ഞാലും നമുക്ക് അർത്ഥം മനസ്സിലാവും. ഇവിടെ നമ്മളിത് എങ്ങനെയാ പറയാ? അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എഗ്രി ചെയ്യാൻ നമ്മളിവിടെ ഉപയോഗിക്കുക ഏതാണ്? സോ ആണ് അല്ലെ? ഇവിടെ ഓക്സിലറി വല്ലതും കാണുന്നുണ്ടോ? ഇല്ല. ഐ ലൈക്ക് കാറ്റ്സ് എന്ന് പറയുന്ന ഈ സെന്റൻസ് ഏത് ടെൻസിലാണ് വരുന്നത്? നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ള വെർബ് V1 ആണ്. V1 ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ടെൻസ് ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് അല്ലെ? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതാണ്? ഇങ്ങനെ ഒരു ഓക്സിലറീസ് കാണാതെ വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയണം. ഏത് ഓക്സിലറിയാണ് അവിടെ നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കാൻ ഉപയോഗിക്കുക? ഡൂവും ഡസും ആണ് ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാവുമ്പോൾ നമ്മൾ ഡിഡ് ഉപയോഗിക്കും. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. എനിക്കും ഇഷ്ടമാണ്
ഇഷ്ടമാണ് എന്നല്ലേ മറുപടി പറയുന്നത്. അതുകൊണ്ട് അവിടുത്തെ സബ്ജക്റ്റ് ഐ തന്നെയാണ് വരുന്നത്. ഐയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കുക ഡു ആണ്. മറുപടി ഇങ്ങനെയാണ് വരിക, സോ ഡു ഐ, എനിക്കും ഇഷ്ടമാണ്. ഐ ലൈക്ക് കാറ്റ്സ് എന്ന് ഒരാൾ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾക്കും ഇഷ്ടമാണ് എന്ന് പറയാൻ നിങ്ങൾ പറയേണ്ടത് ഐ ലൈക്ക് കാറ്റ്സ് എന്നല്ല, ഐ ലൈക്ക് കാറ്റ്സ് ഓൾസോന്നോ ഐ ലൈക്ക് കാറ്റ്സ് ടൂന്നോ ഒന്നുമല്ല പറയേണ്ടത്. നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, സോ ഡു ഐ, എനിക്കും ഇഷ്ടമാണ്. ഇത്രയും പറഞ്ഞാൽ മതി. പിന്നെ അതിൽ ലൈക്ക് എന്ന വെർബിന്റെ ഒന്നും ആവശ്യമില്ല. ലൈക്ക് എന്ന വെർബ് അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഷോർട്ട് ആൻസറിൽ നമ്മൾ ഡു ഉപയോഗിച്ചിട്ടുള്ളത്. സബ്ജക്റ്റ് ഐ ആണ്. സബ്ജക്റ്റ് ഹിയോ ഷിയോ ആയിരുന്നെങ്കിൽ നമ്മൾ സോ ഡസ് ഹി അങ്ങനെയാണ് പറയുമായിരുന്നത്. ഞാൻ മീൻ കഴിക്കാറില്ല, ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ മീൻ കഴിക്കാറില്ല എന്ന് പറയുമ്പോൾ ഇതൊരു ഹാബിറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ ഏത് ടെൻസാണ് യൂസ് ചെയ്യാം? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക അല്ലെ. കഴിക്കുക എന്നതിനെ ഈറ്റ് എന്ന് പറയും. അതിന്റെ നെഗറ്റീവ് ഫോം എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലെ സബ്ജക്റ്റ് ഐ ആവുമ്പോൾ ഈറ്റ് എന്നതിന്റെ നെഗറ്റീവ് ഫോം എന്താണ്? ഐ ഡോണ്ട് ഈറ്റ് മീൻ, ഫിഷ്, മത്സ്യം. ഐ ഡോണ്ട് ഈറ്റ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ മീൻ കഴിക്കാറില്ല എന്നർത്ഥം. ഇത് ഒരു ഹാബിറ്റ് എന്നുള്ള രീതിയിൽ, എൻ്റെ ഒരു രീതി എന്ന രീതിയിലാണ് നമ്മളിവിടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ നമ്മുടെ ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ, ഇഷ്ടങ്ങളെ കുറിച്ച് പറയാൻ, റുട്ടീൻസിനെ കുറിച്ച് പറയാൻ, ഇതെല്ലാം നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഒരു നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. ഇവിടെ സബ്ജക്റ്റ് ഐ ആയത് കാരണമാണ് ഞാൻ ഡു ഉപയോഗിച്ചത്. ഐ ഈറ്റ് ഫിഷ് എന്ന അഫർമേറ്റീവ് സെന്റൻസിന്റെ നെഗറ്റീവ് ഫോം ആണ് ഐ ഡോണ്ട് ഈറ്റ് ഫിഷ് എന്നത്. ഹി ഈറ്റ്സ് ഫിഷ് എന്നായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എങ്കിൽ അതിന്റെ നെഗറ്റീവ് ഫോം ഹി ഡസൻ ഈറ്റ് ഫിഷ് എന്നാവുമായിരുന്നു. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഞാൻ വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് ഓർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ മീൻ കഴിക്കാറില്ല എന്ന് ഞാൻ പറയുമ്പോൾ കേൾക്കുന്നയാൾ പറയുന്നത് ഞാനും കഴിക്കാറില്ല എന്നാണ്. ഇവിടെ ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിനോടാണ് അയാൾ എഗ്രി ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ 2 എക്സാമ്പിളിൽ ഒരു അഫർമേറ്റീവ് സെന്റൻസിനോടാണ് അയാൾ എഗ്രി ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മൾ അവിടെ ഉപയോഗിച്ചത് സോ ആണ്. ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റിനോട് ഇല്ല ഞാനും അങ്ങനെ ചെയ്യാറില്ല എന്ന് പറയാൻ വേണ്ടി നമുക്ക് 3 സ്ട്രക്ചേഴ്സ് ഉപയോഗിക്കാം. നമുക്ക് നീദർ ഉപയോഗിക്കാം, നോർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് നോട്ട് ഐദർ ഉപയോഗിക്കാം. ഞാനും കഴിക്കാറില്ല എന്ന് നമുക്ക് ഇങ്ങനെ പറയാം, നീദർ ഡു ഐ, അല്ലെങ്കിൽ നോർ ഡു ഐ. നമുക്കിത് വേറൊരു രീതിയിലും പറയാം, ഐ ഡോണ്ട് ഐദർ. ഐ ഡോണ്ട് ഐദർ എന്ന് പറഞ്ഞാൽ ഐ ഡു നോട്ട് ഐദർ എന്നാണ്. നോട്ട് ഐദർ എന്നതിനർത്ഥം നീദർ എന്ന് തന്നെയാണ്. നോട്ട് ഐദർ എന്ന് പറയുമ്പോൾ നീദർ. ഐ ഡോണ്ട് ഈറ്റ് ഫിഷ് എന്ന് പറയുന്നതിൽ ഉപയോഗിച്ച ഓക്സിലറി ഡു ആണ്. ആ ഓക്സിലറിയാണ് ഞാൻ ഈ ആൻസേഴ്സിലെല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. നോർ അല്ലെങ്കിൽ നീദർ ഉപയോഗിച്ചാണ് നമ്മൾ മറുപടി പറയുന്നതെങ്കിൽ അത് ആദ്യം വരും, നോർ ഡു ഐ. അതിനുശേഷമാണ് നോർ ഡുവിന് ശേഷമാണ് സബ്ജക്റ്റായ ഐ വന്നിരിക്കുന്നത്. നീദർ ഡു ഐ, അത് നമുക്ക് നോർ ഉപയോഗിക്കാം അല്ലെങ്കിൽ നീദർ ഉപയോഗിക്കാം. ഇത് തന്നെ നമുക്ക് നോട്ട് ഐദർ ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ ആ ഐദർ ലാസ്റ്റ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ അല്ല നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ ഡോണ്ട് ഐദർ അങ്ങനെയാണ് പറയുന്നത്. നോട്ട് ഐദർ ഐ എന്നല്ല പറയേണ്ടത്, ഐ ഡോണ്ട് ഐദർ അങ്ങനെ തന്നെ വേണം പറയാൻ. നീദർ ഡു ഐ എന്ന് പറഞ്ഞു, അതിന് പകരം നമ്മൾ ഐദർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഐ ഡോണ്ട് ഐദർ എന്ന് വേണം പറയാൻ. ഒന്ന് ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. ഈ സ്ട്രക്ചർ മാറ്റി ഉപയോഗിക്കരുത്. നിങ്ങൾ നോറോ നീദറോ ഉപയോഗിച്ചാണ് റിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ വാക്കുകൾ ആദ്യം തന്നെ വരണം. പിന്നെ നമ്മൾ ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ഓക്സിലറിക്ക് ശേഷമാണ് പിന്നെ സബ്ജക്റ്റ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഐദർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നോർമൽ വേർഡ് ഓർഡർ ആയിരിക്കും. സബ്ജക്റ്റ് ഉപയോഗിച്ചാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിനുശേഷമാണ് ഓക്സിലറി വരിക, ലാസ്റ്റ് ആണ് ഐദർ വരുന്നത്. ഐ ഡോണ്ട് ഐദർ എന്ന് പറയുമ്പോൾ ഐ ഡു നോട്ട് ഐദർ, അതിനർത്ഥം നീദർ ഡു ഐ എന്ന് തന്നെയാണ്. പ്രിയയ്ക്ക് ഭംഗിയായി ഡാൻസ് ചെയ്യാൻ കഴിയും. പ്രിയ ക്യാൻ ഡാൻസ്, ഭംഗിയായി എന്ന് പറയുമ്പോൾ ബ്യൂട്ടിഫുള്ളി. പ്രിയ ക്യാൻ ഡാൻസ് ബ്യൂട്ടിഫുള്ളി, പ്രിയയ്ക്ക് ഭംഗിയായി ഡാൻസ് ചെയ്യാൻ കഴിയും. പിന്നെ നമുക്ക് പറയേണ്ടത് അവളുടെ സഹോദരിക്കും കഴിയും എന്നാണ് നമ്മൾ പറയേണ്ടത്. ഇവിടെ അഫർമേറ്റീവ് ആയ സ്റ്റേറ്റ്മെന്റിനോടാണ് നമ്മൾ എഗ്രി ചെയ്യുന്നത്, അതിനോട് നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അഫർമേറ്റീവ് ആയ സ്റ്റേറ്റ്മെന്റിനോട് ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പോൾ വേറൊരാൾക്കും ഒരു കാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്. നമ്മൾ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളോട് ഉപയോഗിക്കുന്നത് സോ ആണ്. പ്രിയ ക്യാൻ ഡാൻസ് ബ്യൂട്ടിഫുള്ളി എന്നല്ലേ പറഞ്ഞത്, അവിടെ ഉപയോഗിച്ച ഓക്സിലറി ക്യാൻ ആയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ആ ഷോർട്ട് സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നത്. സോ ക്യാൻ അവളുടെ സഹോദരിക്കും, സോ ക്യാൻ ഹെർ സിസ്റ്റർ, അത്രയും പറഞ്ഞാൽ മതി. പ്രിയ ക്യാൻ ഡാൻസ് ബ്യൂട്ടിഫുള്ളി, സോ ക്യാൻ ഹെർ സിസ്റ്റർ. ഇത് 2 സെന്റൻസ് ആണ്. നമുക്കിതിനെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇങ്ങനെയും പറയാം, പ്രിയ ക്യാൻ ഡാൻസ് ബ്യൂട്ടിഫുള്ളി ആൻഡ് സോ ക്യാൻ ഹെർ സിസ്റ്റർ. രണ്ടും എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത് ഞാൻ എഴുതിയത് 2 സെന്റൻസ് ആയിട്ട് തന്നെയാണ് എഴുതിയത്. അപ്പോൾ നമ്മൾ സോ ക്യാപിറ്റൽ
ക്യാപിറ്റൽ ലെറ്റർ വെച്ചാണ് റൈറ്റ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ സ്മോൾ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ആ സെന്റൻസിനെ കണക്ട് ചെയ്യാനായിട്ടാണ് അവിടെ ആൻഡ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിനെ ഫുൾ സ്റ്റോപ്പ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ ഇത് മനസ്സിലായല്ലോ. നമ്മൾ ഇവിടെ ഉപയോഗിച്ച ഓക്സിലറി ഏതോ അത് തന്നെയാണ് ആ ഷോർട്ടായ സ്റ്റേറ്റ്മെന്റിലും വരുന്നത്. പ്രിയ ക്യാൻ ഡാൻസ് ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞു. സോ ക്യാൻ ഹെർ സിസ്റ്റർ, അവളുടെ സിസ്റ്ററിനും കഴിയും എന്നർത്ഥം. സോ വെച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ഓക്സിലറി വന്നു. അതിനും ശേഷമാണ് സബ്ജക്റ്റ് വന്നത്. അതായത് വേർഡ് ഓർഡർ ഇൻവേർട്ടഡ് ആണ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയും. അതെങ്ങനെ പറയാം? ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയാം. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്നും പറയാം. ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും, എനിക്ക് സംസാരിക്കാൻ അറിയാം എന്ന് തന്നെയാണ് അർത്ഥം. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് നമുക്ക് പറയാം. മറ്റേയാൾ പറയുന്നത് എനിക്കും കഴിയും എന്നാണ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ് എന്ന് ഞാൻ പറയുമ്പോൾ മറ്റേയാൾ എന്ത് പറയും? ഇതൊരു അഫർമേറ്റീവ് സെന്റൻസ് ആണ്. ഇനി അതിനോടാണ് മറ്റേയാൾക്ക് എഗ്രി ചെയ്യേണ്ടത്. ഞാനും സംസാരിക്കും, എനിക്കും കഴിയും എന്നാണ് പറയേണ്ടത്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ സോ ആണ്. സോ അതിനുശേഷം ഇവിടെ ഉപയോഗിച്ച ഓക്സിലറി ഏതായിരുന്നു? ക്യാൻ ആയിരുന്നു. സോ ക്യാൻ, സബ്ജക്റ്റ് ഐ. അയാൾ പറയുന്നത് എനിക്കും കഴിയും എന്നല്ലേ. സോ ക്യാൻ ഐ. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. സോ ക്യാൻ ഐ. ഇനി എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ ഉപയോഗിക്കരുത് കേട്ടോ. നീദർ ക്യാൻ ഐ എന്ന് അവിടെ പറയാൻ സാധിക്കില്ല. അപ്പോൾ ഐ കനോട്ട് എന്ന് തന്നെ പറയണം. രാഹുൽ ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കും. രാഹുൽ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി. ഒഴുക്കോടെ എന്നതിനാണ് നമ്മൾ ഫ്ലുവൻലി എന്ന് പറയുന്ന ആ അഡ്വർബ് അവിടെ യൂസ് ചെയ്യുന്നത്. രാഹുൽ ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കും എന്ന് പറയുന്നത് രാഹുലിന്റെ ഒരു കഴിവിനെയാണ് നമ്മളോട് പറയുന്നത്. അല്ലാതെ ഇത് സംസാരിക്കും എന്ന് പറഞ്ഞതുകൊണ്ട് ഫ്യൂച്ചർ അല്ല കേട്ടോ. അപ്പൊ നമ്മളോട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. രാഹുൽ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി എന്ന് പറഞ്ഞാൽ രാഹുൽ നല്ല ഫ്ലുവന്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കും എന്നർത്ഥം. അവന്റെ സഹോദരനും സംസാരിക്കും. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് അവന്റെ സഹോദരനാണ്, ഹിസ് ബ്രദർ ആണ്. അഫർമേറ്റീവ് സെന്റൻസ് ആണ്. നമുക്ക് ഇതിനോടാണ് ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുക സോ ആണ്. സ്പീക്സ് എന്ന് പറയുന്ന ഇവിടെ ഓക്സിലറീസ് ഒന്നും നമുക്ക് കാണാനില്ല. സ്പീക്സ് എന്ന് പറയുന്ന ഈ വെർബ് ഏത് ടെൻസിലാണ് വരുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യൻസും നെഗറ്റീവ്സും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിലറി ഏതാണ്? ഡൂവും ഡസുമാണ്. ഡസ് ഉപയോഗിക്കുന്ന സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഡു ഉപയോഗിക്കുന്ന പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയാണ്. ഇവിടെ നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഹിസ് ബ്രദർ എന്ന സിംഗുലർ നൗൺ ആണ്. അതിന്റെ കൂടെ നമ്മൾ ഏതാ ഉപയോഗിക്കുക? ഡു ആണോ ഉപയോഗിക്കുക? ഡസ് ആണോ ഉപയോഗിക്കുക? ഡസ് ആണ് ഉപയോഗിക്കുക. അപ്പൊ നമ്മളിത് എങ്ങനെയാ പറയുന്നത്? രാഹുൽ സ്പീക്സ് ഇംഗ്ലീഷ് ഫ്ലുവൻലി എന്ന് പറയുമ്പോൾ പിന്നെ അതിനോട് ആഡ് ചെയ്യാൻ നമ്മൾ എന്താ പറയേണ്ടത്? സോ ഡസ് ഹിസ് ബ്രദർ. അവന്റെ സഹോദരനും സംസാരിക്കും, അവന്റെ സഹോദരനും അത് കഴിയും എന്നർത്ഥം. അഫിർമേറ്റീവായ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ സോ ഉപയോഗിച്ചത്. അഫിർമേറ്റീവായ ഒരു കാര്യത്തിനോട് എഗ്രി ചെയ്യാൻ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ നമ്മൾ സോ ആണ് ഉപയോഗിക്കുന്നത്. നെഗറ്റീവായ ഒരു കാര്യത്തിനോട് എഗ്രി ചെയ്യാൻ അല്ലെങ്കിൽ ആഡ് ചെയ്യാനാണ് നമ്മൾ നോർ, നീദർ അതെല്ലാം യൂസ് ചെയ്യുന്നത്. ഇതെപ്പോഴും ഓർക്കണം കേട്ടോ. ഈ സ്ട്രക്ചർ മാറി ഉപയോഗിക്കരുത്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിലറി ഏതോ അത് തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ ഓക്സിലറി ഇല്ല എങ്കിൽ അതിന്റെ ടെൻസ് മനസ്സിലാക്കി അവിടെ ഉപയോഗിക്കുന്നത് ഡു ആണോ ഡസ് ആണോ ഡിഡ് ആണോ എന്ന് മനസ്സിലാക്കി ആ ഓക്സിലറി വേണം നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ. വേർഡ് ഓർഡർ എപ്പോഴും ഇൻവേർട്ടഡ് ആയിരിക്കും. അതായത് ഓക്സിലറി വെർബിന് ശേഷമാണ് സബ്ജക്റ്റ് വരിക. ഐദർ ഉപയോഗിക്കുമ്പോൾ ഇത് ഇങ്ങനെയല്ല. ബാക്കിയുള്ള 3 വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ ആണ്. ഇത്രയും ഓർത്തിരിക്കണം. അവന്റെ നമ്പർ എന്റെ കയ്യിലില്ല. ഇതെങ്ങനെയാ പറയുന്നത്? ഐ ഡോണ്ട് ഹാവ് ഹിസ് നമ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ഹാവിൻ ഗോട്ട് ഹിസ് നമ്പർ എന്ന് പറയാം. നമുക്ക് ഹാവിൻ ഗോട്ട് എന്ന് പറയുന്നതും ഡോണ്ട് ഹാവ് എന്ന് പറയുന്നതും ഒരേ അർത്ഥമാണ്. ഇത് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറയാൻ നമുക്ക് ഹാവിൻ ഗോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ ഡോണ്ട് ഹാവ് എന്നും നമുക്ക് പറയാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ 2 രീതിയിൽ അതിന്റെ മറുപടിയും പറയാം. ഇവിടെ ഇല്ല എന്നാണ് പറയുന്നത് അല്ലേ, അതായത് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നമ്മൾ ഇതിനോട് എഗ്രി ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക നോർ അല്ലെങ്കിൽ നീദർ അല്ലെങ്കിൽ നോട്ട് ഐദർ ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് അത് പറയുന്നത്. ഐ ഡോണ്ട് ഹാവ് ഹിസ് നമ്പർ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ മറുപടിയായിട്ട് എന്ത് പറയാം? നോർ ഡു ഐ എന്ന് പറയാം, അല്ലെങ്കിൽ നീദർ ഡു ഐ എന്ന് പറയാം. ഐ ഹാവിൻ ഗോട്ട് ഹിസ് നമ്പർ എന്നാണ് പറയുന്നതെങ്കിലോ അതിന്റെ മറുപടിയായി നമുക്ക് എന്ത് പറയാം? നോർ ഹാവ് ഐ എന്ന് പറയാം. ഇവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ ഹാവിൻ ഗോട്ട് ഹിസ് നമ്പർ എന്നുള്ളതിന് നമുക്ക് നീദർ ഹാവ് ഐ എന്ന് മറുപടി പറയാം, അല്ലെങ്കിൽ നീദർ ഡു ഐ എന്ന് മറുപടി പറയാം. ഇവിടെ ഡു എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് വെച്ചാൽ മുകളിലത്തെ സ്റ്റേറ്റ്മെന്റിൽ ഉപയോഗിച്ചിട്ടുള്ള ഓക്സിലറി ഹാവ് തന്നെയാണ്, പക്ഷെ ആ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഡോണ്ട് ഹാവ് എന്നും പറയാം. അതുകൊണ്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ ഡു ഉപയോഗിച്ചത്. നിങ്ങൾക്ക് അവിടെ ഡു ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കാം. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. 2 ഉപയോഗിച്ചാലും ഇവിടെ തെറ്റില്ല. നോർ ഹാവ് ഐ എന്നും പറയാം, നോർ ഡു ഐ എന്നും പറയാം. ഇനി നമുക്കിത് ഐദർ ഉപയോഗിച്ചും പറയാം. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്?
ഐ ഡോണ്ട് ഹാവ് ഐദർ അല്ലെങ്കിൽ ഐ ഹാവ് ഇൻ ഐദർ. ഐ ഹാവ് ഇൻ ഐദർ എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഇവിടെ വേർഡ് ഓർഡർ നോർമൽ ആണ്, അതായത് സബ്ജക്റ്റ് ആണ് ആദ്യം വന്നത്, അതിനുശേഷം ഓക്സിലറി, അതിനുശേഷം അവസാനമായിട്ടാണ് നമ്മൾ ഐദർ ഉപയോഗിച്ചിട്ടുള്ളത്. നീദർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതാണ് ആദ്യം വരിക, നോർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതും ആണ് ആദ്യം വരിക. അപ്പൊ ഐ ഹാവ് ഇൻ ഗോട്ട് ഹിസ് നമ്പർ എന്നതിനോട് എഗ്രി ചെയ്യാനായി നമുക്ക് നീദർ ഹാവ് ഐ എന്ന് പറയാം, അല്ലെങ്കിൽ നീദർ ഡു ഐ എന്ന് പറയാം, നോർ ഹാവ് ഐ എന്നും പറയാം, നോർ ഡു ഐ എന്നും പറയാവുന്നതാണ്. ഞാൻ ഇതുവരെ ഒരു വിദേശ രാജ്യത്തും പോയിട്ടില്ല. അത് പറയാൻ നമ്മൾ ഏത് ടെൻസാ ഉപയോഗിക്കുക? പ്രസന്റ് പെർഫെക്റ്റ്. ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടില്ല, ഇതെല്ലാം പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വേണം ഉപയോഗിക്കാൻ. വിദേശ രാജ്യത്ത് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഗോ എന്ന വെർബ് അല്ല നമ്മൾ ഉപയോഗിക്കുക. ഗോ എന്ന വെർബ് യൂസ് ചെയ്താൽ അതിനർത്ഥം നമ്മളൊരു സ്ഥലത്ത് പോയി ഇപ്പോഴും ആ സ്ഥലത്ത് തന്നെയാണ് എന്നാണ്. ഇതിപ്പോ ഞാൻ എൻ്റെ സ്ഥലം ഏതോ അവിടെ ഇരുന്നിട്ടാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഇതുവരെ ഒരു വിദേശ രാജ്യത്തും പോയിട്ടില്ല എന്ന്. ഞാൻ വിദേശത്തല്ല ഇരിക്കുന്നത് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെർബ് ഗോൺ അല്ല, അതിന് പകരം നമ്മളിവിടെ ബീൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഇതുവരെ ഒരു വിദേശ രാജ്യത്തും പോയിട്ടില്ല എന്ന് എനിക്ക് ഇങ്ങനെ പറയാം. ഐ ഹാവ് നെവർ ബീൻ ടു എ ഫോറിൻ കൺട്രി. ഞാൻ ഇതുവരെ ഒരു വിദേശ രാജ്യത്തും പോയിട്ടില്ല, ഒരിക്കലും പോയിട്ടില്ല എന്ന അർത്ഥം. അതുകൊണ്ടാണ് നമ്മളിവിടെ നെവർ എന്ന അഡ്വർബ് ഉപയോഗിക്കുന്നത്. ഐ ഹാവ് നെവർ ബീൻ ടു എ ഫോറിൻ കൺട്രി. ഐ ഹാവ് നെവർ ഗോൺ ടു എ ഫോറിൻ കൺട്രി എന്നല്ല പറയേണ്ടത്. ഹാവ് ഗോൺ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, ഇപ്പോഴും അവിടെയാണ്, തിരിച്ചു വന്നിട്ടില്ല എന്നാണ്. ഹാവ് ബീൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്, പോയി തിരിച്ചു വന്നിരിക്കുന്നു, ഇപ്പൊ നമ്മൾ അവിടെയല്ല, വിസിറ്റ് കംപ്ലീറ്റ് ആണ് എന്നാണ് അർത്ഥം. ഐ ഹാവ് നെവർ ബീൻ ടു എ ഫോറിൻ കൺട്രി. ഞാൻ ഒരു വിദേശ രാജ്യത്ത് ഇതുവരെയും പോയിട്ടില്ല, ഒരിക്കലും പോയിട്ടില്ല. കേൾക്കുന്നയാൾ പറയുന്നത് ഞാനും പോയിട്ടില്ല എന്നാണ്. അതെങ്ങനെയാ പറയുന്നത്? ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് അഫർമേറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഇവിടെ നമുക്ക് നോട്ട് കാണുന്നില്ല, പക്ഷെ നെവർ കാണുന്നുണ്ട്. നെവർ ഒരു നെഗറ്റീവ് വേർഡ് ആണ്. നെവർ, നീദർ, നോർ, നോബഡി, നോ, നൺ, ഇതെല്ലാം ഒരു സെന്റൻസിൽ വരുമ്പോൾ അതിനെ നെഗറ്റീവ് സെന്റൻസ് ആയി തന്നെ കണക്കാക്കണം. നോട്ട് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇത്തരം വാക്കുകൾ ഉണ്ടായാലും അത് നെഗറ്റീവ് സെന്റൻസ് ആയി മാറി. ഇവിടെ നോട്ട് ഇല്ലെങ്കിലും നെവർ ഉള്ളത് കൊണ്ട് ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇനി ഇതിനോട് എഗ്രി ചെയ്യാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുക നീദറോ നോറോ ആണ്. ഐ ഹാവ് നെവർ ബീൻ ടു എ ഫോറിൻ കൺട്രി എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയേണ്ടത് നീദർ ഹാവ് ഐ അല്ലെങ്കിൽ നോർ ഹാവ് ഐ എന്നാണ്. ഞാനും പോയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ഐ ഹാവ് ഇൻ ഐദർ എന്നും പറയാവുന്നതാണ്. ഞാനും പോയിട്ടില്ല, ഇതിന്റെ അർത്ഥവും അത് തന്നെയാണ്. ഐ ഹാവ് ഇൻ ഐദർ, ഞാനും പോയിട്ടില്ല. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച ഓക്സിലറി ഹാവ്, അത് തന്നെയാണ് നമ്മൾ ഈ ഷോർട്ട് ആൻസേഴ്സിലെല്ലാം യൂസ് ചെയ്യുന്നത്. നീദറും നോറും ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ യൂസ് ചെയ്യുക, അതായത് ഓക്സിലറിക്ക് ശേഷം സബ്ജക്റ്റ് ഉപയോഗിക്കുക. നോട്ട് ഐദർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സബ്ജക്റ്റ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുക. എനിക്ക് വിശപ്പും ക്ഷീണവും ഉണ്ടായിരുന്നു. ഇതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ അല്ല ഞാൻ പറയുന്നത്. ഐ വാസ് ഹംഗ്രി ആൻഡ് ടയേർഡ്. അതിനർത്ഥം ഞാൻ വിശന്നാണ് ഇരുന്നിരുന്നത്, അതുപോലെ ക്ഷീണിതയും ആയിരുന്നു എന്നാണ്. എനിക്ക് വിശപ്പും ക്ഷീണവും ഉണ്ടായിരുന്നു എന്നല്ല. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയുക, വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വിശപ്പും ക്ഷീണവും ഉണ്ടായിരുന്നു എന്ന് പറയും. നമ്മൾ ഉപയോഗിക്കുന്നത് നൗൺസ് ആണ്. വിശപ്പ് എന്ന് പറയുന്നത് ഹങ്കർ, ക്ഷീണം എന്ന് പറയുന്നത് ഫാറ്റിക്, ദാഹമാണെന്നുണ്ടെങ്കിൽ തേഴ്സ്റ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന നൗൺസ് ആണ്. ഇംഗ്ലീഷിൽ പക്ഷെ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചിട്ടാണ് അവരിത് പറയുന്നത്. ഐ വാസ് ടയേർഡ്, ഞാൻ ക്ഷീണിതയായിരുന്നു. ഐ വാസ് ഹംഗ്രി എന്ന് പറയുമ്പോൾ ഞാൻ വിശന്നാണ് ഇരുന്നിരുന്നത്. ഐ വാസ് തേഴ്സ്റ്റി, ഞാൻ ദാഹിച്ചാണ് ഇരുന്നിരുന്നത് എന്നെല്ലാം അർത്ഥം. നമ്മൾ ഉപയോഗിക്കുന്നത് നൗൺസ്, അവർ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ്സ്. അത് ഓരോ ഭാഷയിലും കാര്യങ്ങൾ പറയുന്നതിലുള്ള ഡിഫറൻസ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഐ വാസ് ഹംഗ്രി ആൻഡ് ടയേർഡ്, ഞാൻ വിശന്നും ക്ഷീണിച്ചുമാണ് ഇരുന്നിരുന്നത് എന്നർത്ഥം. മറ്റുള്ളവരും അങ്ങനെ തന്നെയായിരുന്നു. ഐ വാസ് ഹംഗ്രി എന്ന് പറയുമ്പോൾ അതൊരു അഫിർമേറ്റീവ് സെന്റൻസ് ആണ് അല്ലേ? ഈ അഫിർമേറ്റീവായി സെന്റൻസിനോട് എഗ്രി ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക സോ ആണ്. മറ്റുള്ളവരും, ദ അതേഴ്സ്, മറ്റുള്ളവർ, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ് ആയിട്ട്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന ദ അതേഴ്സ് ആണ്. അതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഞാനിവിടെ ഉപയോഗിച്ച ഓക്സിലറി ഏതാണ്? വാസ് ആണ്. വാസ് ഒരു സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി ആണ്. ഐയുടെ കൂടെയും നമ്മൾ വാസ് തന്നെയാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുക. ഇനി നമുക്ക് ദ അതേഴ്സ് എന്ന് പറയുന്ന പ്ലൂറൽ നൗണിന്റെ കൂടെ യൂസ് ചെയ്യാവുന്ന ഓക്സിലറി ഏതാന്ന് കണ്ടുപിടിക്കണം. വാസിന് ഇക്വാലന്റ് ആയ ഒരു ഓക്സിലറി, അത് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പൊ പ്ലൂറൽ നൗൺസിന്റെ കൂടെ പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വേർ ആണ് ഉപയോഗിക്കുക. സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയാണ് വാസ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഇതേ ഓക്സിലറി അല്ല ഇനി അവിടെ റിപ്പീറ്റ് ചെയ്യുക. അതിന് പകരം ഞാനത് ഇങ്ങനെയാണ് പറയുക, സോ വേർ ദ അതേഴ്സ്, മറ്റുള്ളവരും അങ്ങനെ തന്നെയായിരുന്നു. ഞാനിവിടെ ആൻഡ് എന്നൊരു കൺജങ്ഷൻ കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സെന്റൻസ് കണക്ട് ചെയ്തത്. ഈ സെന്റൻസിനെ കണക്ട് ചെയ്യാതെ ഞാൻ ഐ വാസ് ഹംഗ്രി ആൻഡ് ടയേർഡ് എന്ന് പറഞ്ഞ് എനിക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടാം. അതിനുശേഷം സോ വേർ ദ അതേഴ്സ് എന്ന് പറഞ്ഞ പുതിയൊരു സെന്റൻസ് എഴുതാനും സാധിക്കും. ആൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം, അപ്പോൾ ഒരു ലോങ് സെന്റൻസ് കിട്ടും. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫുൾ സ്റ്റോപ്പ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിട്ട് രണ്ട് ഷോർട്ട് സെന്റൻസസ് എഴുതാം. ഇവിടെ വേർ ഉപയോഗിക്കാൻ കാരണം മനസ്സിലായല്ലോ. അതിനുശേഷം വന്നിരിക്കുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ടാണ് നമ്മൾ വേർ ഉപയോഗിച്ചത്.
എനിക്ക് തലവേദന ഉണ്ട്. ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഹാവ് ഉപയോഗിക്കും. ഐ ഹാവ് എ ഹെഡേക്ക്. എനിക്ക് തലവേദന ഉണ്ട്. എനിക്കും ഉണ്ട്. അതെങ്ങനെയാ പറയുന്നത്? ഇത് ആക്ച്വലി മീ ടു എന്ന് നമുക്ക് പറയാം. പക്ഷെ നമ്മൾ ആ സ്ട്രക്ചർ അല്ല, അത് വളരെ ഇൻഫോർമൽ ആയ ഒരു രീതിയാണ്. അതിനെക്കുറിച്ചല്ല നമ്മളിവിടെ പഠിക്കുന്നത്. നമ്മളിവിടെ സോ ഉപയോഗിച്ചിട്ടും നീദർ ഉപയോഗിച്ചും ഒക്കെ എങ്ങനെ ഈ കാര്യങ്ങൾ പറയാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് തലവേദനയുണ്ട് ഞാൻ പറയുമ്പോൾ ഐ ഹാവ് എ ഹെഡേക്ക്. കേൾക്കുന്നയാൾ പറയുന്ന അയാൾക്കും ഉണ്ട് എന്നാണ്. അതെങ്ങനെയാ പറയുന്നത്? സോ ഹാവ് ഐ. സോ ഉപയോഗിക്കാൻ കാരണം അറിയാലോ, ഇത് അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതിനോടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സോ ആണ് ഉപയോഗിച്ചത്. സോ ഹാവ് ഐ. എനിക്കും ഉണ്ട് എന്നർത്ഥം. എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരു താല്പര്യവുമില്ല. രാഷ്ട്രീയം പൊളിറ്റിക്സ്. താല്പര്യം ഇൻട്രസ്റ്റ്. താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത്. എനിക്ക് ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. അല്ലെങ്കിൽ ഐ ഡോണ്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. രണ്ടും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഐ ഹാവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പിന്നെ നോ ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് ഹാവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എനി ഇൻട്രസ്റ്റ് എന്നാണ് പറയുന്നത്. ഒരു താല്പര്യവും ഇല്ല. നമുക്കിത് നോ ഉപയോഗിച്ചും പറയാം, എനി ഉപയോഗിച്ചും പറയാം. ഐ ഹാവ് നോ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ്. എനിക്കും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഐ ഡോണ്ട് ഹാവ് എനി ഇൻട്രസ്റ്റ് എന്നുള്ളതിനോട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? നീദർ ഹാവ് ഐ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നീദർ ഡു ഐ എന്ന് പറയാം. ഹാവ് ഉപയോഗിക്കാൻ നമുക്ക് ഡൂവും ഉപയോഗിക്കാം. ഇവിടെ നോറും യൂസ് ചെയ്ത് നമുക്കിത് പറയാം. നോർ ഡു ഐ എന്നും പറയാവുന്നതാണ്. ഇനി നമുക്കിത് ഐദർ ഉപയോഗിച്ചും നമുക്കിത് പറയാവുന്നതാണ്. ഐ ഡോണ്ട് ഹാവ് ഐദർ. അങ്ങനെയും ഇത് പറയാം. ഞാൻ അവരുടെ പാർട്ടിക്ക് പോയിരുന്നു. പോയിരുന്നു എന്നാണ് പറയേണ്ടത്. പോയിട്ടുണ്ട് എന്നല്ല, പോയിരുന്നു എന്നാണ് പറയേണ്ടത്. ഏത് ടെൻസ് അവിടെ യൂസ് ചെയ്യുക? അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഞാൻ അവരുടെ പാർട്ടിക്ക് പോയിരുന്നു. ഐ വെന്റ് ടു ദെയർ പാർട്ടി. ഞാൻ അവരുടെ പാർട്ടിക്ക് പോയിരുന്നു. പോയി എന്നതിന് ഗോ എന്ന വെർബിന്റെ പാസ്റ്റ് സിമ്പിൾ ഫോമായി നമ്മൾ വെന്റ് ഉപയോഗിച്ചു. പോയി എന്ന് പറഞ്ഞാലും പോയിരുന്നു എന്ന് പറയാനൊക്കെ നമ്മൾ വെന്റ് തന്നെയാണ് യൂസ് ചെയ്യുക. ഞാനും പോയിരുന്നു. അഫർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്, അതിനോടാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. സോ ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇവിടെ ഓക്സിലറീസ് വല്ലതും കാണുന്നുണ്ടോ? ഇല്ല. ഈ സെന്റൻസ് ഏത് ടെൻസിലാണ്? ഓക്സിലറീസ് കാണുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ സെന്റൻസ് ഏത് ടെൻസിലാണെന്ന് മനസ്സിലാക്കണം. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്. വെന്റ് എന്ന് പറയുന്നത് ഗോ എന്ന വെർബിന്റെ V2 ആണ്. V2 ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യൻസും നെഗറ്റീവ്സും ഉണ്ടാക്കാൻ നമ്മൾ ഏത് ഓക്സിലറി യൂസ് ചെയ്യുക? ഡിഡ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ആ ഓക്സിലറി ആണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമുക്ക് സിംഗുലർ സബ്ജക്ട്സിന്റെ കൂടെയും പ്ലൂറൽ സബ്ജക്ട്സിന്റെ കൂടെയും നമ്മൾ ഡിഡ് തന്നെയാണ് ഉപയോഗിക്കുക. ഇതിങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സോ ഡിഡ് ഐ. ഞാനും പോയിരുന്നു. ഐ വെന്റ് ടു ദെയർ പാർട്ടി. സോ ഡിഡ് ഐ. ഞാനും പോയിരുന്നു. ഡിഡ് ഉപയോഗിക്കാൻ കാരണം മനസ്സിലായല്ലോ. ആദ്യത്തെ സെന്റൻസ് സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഡിഡ് ഉപയോഗിച്ചത്. ഞാൻ അവരുടെ പാർട്ടിക്ക് പോയില്ല. ഇതെങ്ങനെയാ പറയുന്നത്? പാർട്ടിക്ക് പോയി എന്ന് പറയാൻ ഐ വെന്റ് ടു ദെയർ പാർട്ടി എന്ന് പറഞ്ഞു. പോയില്ല എന്ന് പറയാനോ? സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ക്വസ്റ്റ്യന് നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡിഡ് ഉപയോഗിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ വെന്റ് എന്നതിന്റെ നെഗറ്റീവ് ഫോം എന്താണ്? ഡിഡിൻ ഗോ. ഞാൻ പോയില്ല. ഐ ഡിഡിൻ ഗോ ടു ദെയർ പാർട്ടി. ഞാൻ അവരുടെ പാർട്ടിക്ക് പോയില്ല. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ഡിഡ് ഉപയോഗിച്ചത്. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ഇനി ഇതിനോടാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ സോ അല്ല യൂസ് ചെയ്യുക. അതിന് പകരം നമ്മൾ നോർ അല്ലെങ്കിൽ നീദർ ഉപയോഗിക്കും. അതെങ്ങനെയാ പിന്നെ പറയുന്നത്? നീദർ ഡിഡ് ഐ. എളുപ്പമാണ്. പിന്നെ നീദർ ഡിഡിൻ എന്ന് പറയരുത് കേട്ടോ. നീദർ തന്നെ ഒരു നെഗറ്റീവ് വേർഡാണ്. നമ്മൾ ഈ ഷോർട്ട് ആൻസേഴ്സിൽ ഒന്നും നമ്മൾ നോട്ട് ഉപയോഗിക്കുന്നില്ല. നോട്ട് ഉപയോഗിക്കുന്നത് ഐദർ ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെയും പറയാം. ഐ ഡിഡിൻ ഐദർ. അങ്ങനെയും നമുക്ക് പറയാവുന്നതാണ്. ഐദറിന്റെ കൂടെ നമ്മൾ നോട്ട് ഉപയോഗിക്കുന്നുണ്ട്. നീദറിന്റെ കൂടെയോ നോറിന്റെ കൂടെയോ സോയുടെ കൂടെയോ നമ്മൾ നോട്ട് യൂസ് ചെയ്യുന്നില്ല. ഐദറിന്റെ കൂടെ മാത്രമാണ് നമ്മൾ നോട്ട് ഉപയോഗിക്കുന്നത്. നീദർ ഡിഡ് ഐ എന്ന് വേണം പറയാൻ. നീദർ ഡിഡിൻറ്റ് ഐ എന്ന് പറയരുത്. അല്ലെങ്കിൽ നോർ ഡിഡ് ഐ അങ്ങനെ വേണം പറയാൻ. പക്ഷെ ഐദർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നോട്ട് വേണം. ഐ ഡിഡിൻ ഐദർ അങ്ങനെ തന്നെ വേണം പറയാൻ. ഐ ഡിഡിൻ ഐദർ എന്ന് പറഞ്ഞാൽ ഐ ഡിഡ് നോട്ട് ഐദർ എന്നർത്ഥം. നോട്ട് ഐദർ ആണ് നീദർ. അവൾ വന്നില്ല. അവളുടെ ഹസ്ബൻഡും വന്നില്ല. അവൾ വന്നില്ല എന്നെങ്ങനെ പറയും? നമുക്കിവിടെ കം എന്ന വെർബ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ടേൺ അപ്പ് എന്ന് പറയുന്ന ഒരു ഫ്രേസൽ വെർബ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അവൾ വന്നില്ല. വരിക എന്നതിന് കം, വന്നില്ല എന്നതിന് ഡിഡിൻ കം. കം ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ കം എന്ന വെർബിന്റെ V1ഉം V3യും കം തന്നെയാണ് ശ്രദ്ധിക്കണം കേട്ടോ. അതിന്റെ V2 കെയും ആണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ പറയാം. ഷീ ഡിഡിൻ കം എന്ന് പറയാം. അല്ലെങ്കിൽ ഷീ ഡിഡിൻ ടേൺ അപ്പ് എന്ന് പറയാം. ടേൺ അപ്പ് എന്ന വാക്കിന് അർത്ഥവും വന്നില്ല എന്ന് തന്നെയാണ്. ഷീ ഡിഡിൻ ടേൺ അപ്പ്. അവൾ വന്നില്ല. അവളുടെ ഹസ്ബൻഡും വന്നില്ല. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിനോട് ആഡ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുക നീദറോ നോറോ ആണ്. നോട്ട് ഐദറും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ സെന്റൻസിന്റെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് അവളുടെ ഹസ്ബൻഡ് ആണ്. ഹെർ ഹസ്ബൻഡ്. ഇതെങ്ങനെ നമ്മൾ പറയും? നീദർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം.
നീദർ ഡിഡ് ഹർ ഹസ്ബൻഡ് അല്ലെങ്കിൽ നോർ ഡിഡ് ഹർ ഹസ്ബൻഡ്, അവളുടെ ഹസ്ബൻഡും വന്നില്ല. ഐദർ ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിലോ, അപ്പൊ നമ്മൾ ഹസ്ബൻഡ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. ഹർ ഹസ്ബൻഡ് ഡിഡിൻ ഐദർ, അവളുടെ ഹസ്ബൻഡും വന്നില്ല എന്നർത്ഥം. ഐദർ ഉപയോഗിച്ച് പറയുമ്പോൾ സബ്ജക്റ്റ് വെച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ഹർ ഹസ്ബൻഡ് ഡിഡിൻ ഐദർ. എനിക്ക് നീന്താൻ അറിയില്ല. ഐ കനോട്ട് സ്വിം. എനിക്ക് നീന്താൻ അറിയില്ല. കേൾക്കുന്നയാൾ പറയുന്നത് എനിക്കും അറിയില്ല എന്നാണ്. ഇത് ചെയ്യാൻ ഒരു വിഷമവുമില്ല. ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ കൂടെ ഇനി ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ നീതറോ നോറോ ഉപയോഗിക്കും. ക്യാൻ എന്ന ഓക്സിലറി ഇവിടെ കാണുന്നുണ്ട്. ആ ഓക്സിലറി തന്നെയാണ് നമ്മൾ ആ ഷോർട്ട് സ്റ്റേറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്നത്. നീതർ ക്യാൻ ഐ അല്ലെങ്കിൽ നോർ ക്യാൻ ഐ കനോട്ട് ഐദർ, അങ്ങനെയും നമുക്ക് പറയാം. എനിക്കും അറിയില്ല. എനിക്ക് പോകണം. ഐ വോണ്ട് ടു ഗോ. എനിക്കും പോകണം, അതാണ് മറ്റേ ആൾ പറയുന്നത്. ഐ വോണ്ട് ടു ഗോ എന്ന് പറയുമ്പോൾ ഇത് അഫർമേറ്റീവ് സെന്റൻസ് ആണ്. ഇത് ഏത് ടെൻസിലാണ്? നമുക്കിവിടെ ഓക്സിലറീസ് ഒന്നും കാണുന്നില്ല. ഏത് ടെൻസിലാണ് ഇത്? V1 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. V1 ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇനി നമുക്ക് ഇതിന്റെ ഷോർട്ട് ഫോം എഴുതുമ്പോൾ നമ്മൾ ഏത് ഓക്സിലറി അവിടെ യൂസ് ചെയ്യുക? സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറീസ് ഡൂവും ഡസും ആണ്. എനിക്കും പോണം എന്ന് പറയുമ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് ഐ ആണ്. ഐയുടെ കൂടെ നമ്മൾ ഡു ആണ് ഉപയോഗിക്കുക. അതുകൊണ്ട് ഇത് ഇങ്ങനെയാണ് പറയുന്നത്. സോ ഡു ഐ വോണ്ട് ടു ഗോ എന്നൊരാൾ പറയുമ്പോൾ അതിനോട് ആഡ് ചെയ്യാൻ എനിക്കും പോണോ എന്ന് പറയാൻ സോ ഡു ഐ എന്നാണ് പറയേണ്ടത്. ഡു ഉപയോഗിക്കാൻ കാരണം അറിയാലോ, സബ്ജക്റ്റ് ഐ ആയതുകൊണ്ടാണ് നമ്മൾ ഡു യൂസ് ചെയ്തത്. എനിക്ക് പാചകം ചെയ്യാനോ ക്ലീനിങ് ചെയ്യാനോ ഇഷ്ടമല്ല. ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. എനിക്ക് ഐ ഡോണ്ട് ലൈക്ക്. എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറഞ്ഞാൽ മതി. എന്താ ഇഷ്ടമല്ലാത്തത്? കുക്കിംഗ് ഇഷ്ടമല്ല, ക്ലീനിങ്ങും ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് കുക്കിംഗ് ഓർ ക്ലീനിങ്. എനിക്കത് രണ്ടും ഇഷ്ടമല്ല എന്നർത്ഥം. എനിക്കും അല്ല, അതാണ് കേൾക്കുന്നയാൾ പറയുന്നത്. അതെങ്ങനെ പറയും? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനോട് എഗ്രി ചെയ്യാൻ നമ്മൾ നീദർ അല്ലെങ്കിൽ നോർ യൂസ് ചെയ്യും. നീദർ ഡു ഐ അല്ലെങ്കിൽ നോർ ഡു ഐ. ഡു എന്ന ഓക്സിലറി ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് അത് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യേ വേണ്ടു. നീദർ ഡു ഐ നോർ ഡു ഐ അല്ലെങ്കിൽ ഐ ഡോണ്ട് ഐദർ. എനിക്കും ഇഷ്ടമല്ല. ഐ ഡു നോട്ട് ഐദർ. പ്രിയയെയും അവളുടെ ഹസ്ബൻഡിനെയും ഞാൻ പാർട്ടിക്ക് വിളിച്ചിരുന്നു. ഞാൻ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ക്ഷണിച്ചിരുന്നു എന്നർത്ഥം. ഐ ഇൻവൈറ്റഡ്. ആരെയെല്ലാം ആണ് ക്ഷണിച്ചത്? പ്രിയയെയും അവളുടെ ഹസ്ബൻഡിനെയും. ഐ ഇൻവൈറ്റഡ് പ്രിയ ആൻഡ് ഹർ ഹസ്ബൻഡ് എൻ്റെ പാർട്ടിക്ക്, ടു മൈ പാർട്ടി. ഇവിടെ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഫോർ അല്ല ഉപയോഗിക്കുന്നത്. ഐ ഇൻവൈറ്റഡ് പ്രിയ ആൻഡ് ഹർ ഹസ്ബൻഡ് ടു മൈ പാർട്ടി എന്നാണ് പറയുന്നത്. രണ്ടുപേരും വന്നില്ല. നമുക്കത് ഈസി ആയി പറയാം. നീദർ കെയിം. രണ്ടുപേരും വന്നില്ല എന്നർത്ഥം. അല്ലെങ്കിൽ നീദർ ഓഫ് ദം കെയിം. നമുക്കത് രണ്ടും പറയാവുന്നതാണ്. നീദർ പ്രിയ നോർ ഹർ ഹസ്ബൻഡ് കെയിം എന്നും നമുക്ക് പറയാം. അത് നമുക്ക് നീദർ നോറിന്റെ യൂസ് പഠിക്കുന്ന ലെസണിൽ പഠിക്കാം. ഇത് ഇന്നത്തെ ലെസൺ എന്തായാലും അതിനെക്കുറിച്ചുള്ളതല്ല. ഇനി ഈ സ്റ്റേറ്റ്മെന്റ്സ് നോക്കൂ. അവളും വന്നില്ല, അവളുടെ ഹസ്ബൻഡും വന്നില്ല. ഇതെങ്ങനെയാ പറയുന്നത്? അവൾ വന്നില്ല. വരിക എന്നതിന് കം. അവൾ വന്നില്ല എന്നതിന് ഷീ ഡിഡിൻ കം എന്ന് പറയാം. അവളുടെ ഹസ്ബൻഡും വന്നില്ല എന്നെങ്ങനെ പറയും? നീദർ ഡിഡ് ഹർ ഹസ്ബൻഡ്. ഷീ ഡിഡിൻ കം ആൻഡ് നീദർ ഡിഡ് ഹർ ഹസ്ബൻഡ്. നമ്മളിവിടെ ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തു, അത് നിർബന്ധമില്ല. ഷീ ഡിഡിൻ കം എന്ന് എഴുതി നിങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാം. എന്നിട്ട് നീദർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഷീ ഡിഡിൻ കം നീദർ ഡിഡ് ഹർ ഹസ്ബൻഡ് അല്ലെങ്കിൽ ഷീ ഡിഡിൻ കം നോർ ഡിഡ് ഹർ ഹസ്ബൻഡ്. നമുക്കിതിനെ ഐദർ ഉപയോഗിച്ചും പറയാം. ഷീ ഡിഡിൻ കം ആൻഡ് ഹർ ഹസ്ബൻഡ് ഡിഡിൻ ഐദർ. ഐദർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹസ്ബൻഡ് എന്ന് വെച്ചിട്ടാണ് ആ ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷീ ഡിഡിൻ കം ആൻഡ് ഹർ ഹസ്ബൻഡ് ഡിഡിൻ ഐദർ. അവൾ വരില്ല. വരും എന്ന് പറയാം. ഷീ വിൽ കം എന്ന് പറയും അല്ലെ. അവൾ വരും എന്ന് പറയാൻ നമ്മൾ ഷീ വിൽ കം എന്ന് പറയും. അവൾ വരില്ല എന്ന് പറയാൻ ഷീ വിൽ നോട്ട് കം അല്ലെങ്കിൽ ഷീ വോണ്ട് കം. അവളുടെ ഹസ്ബൻഡും വരില്ല. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ അതിനോട് ആഡ് ചെയ്യാൻ വേണ്ടി നീദർ അല്ലെങ്കിൽ നോർ ഉപയോഗിക്കും. നീദർ വിൽ ഹർ ഹസ്ബൻഡ്. അവളുടെ ഹസ്ബൻഡും വരില്ല. അല്ലെങ്കിൽ നോർ വിൽ ഹർ ഹസ്ബൻഡ്. ഐദർ ഉപയോഗിച്ചും പറയാം. ഹർ ഹസ്ബൻഡ് വിൽ നോട്ട് ഐദർ അല്ലെങ്കിൽ ഹർ ഹസ്ബൻഡ് വോണ്ട് ഐദർ. ഇത് കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. നീദർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇൻവേർട്ടഡ് വേർഡ് ഓർഡർ യൂസ് ചെയ്യും. ഐദർ മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് മുന്നിൽ നോട്ട് നിർബന്ധമായും വേണം. കാരണം നോട്ട് ഐദർ ആണ് നീദർ ആയി മാറുന്നത്. എനിക്ക് ആ സിനിമ ഇഷ്ടമായില്ല. എനിക്ക് ആ സിനിമ ഇഷ്ടമായി എന്നെങ്ങനെ പറയും? ഐ ലൈക്ക്ഡ് ദാറ്റ് മൂവി അല്ലേ. ഇഷ്ടമായി എന്ന് പറയുമ്പോൾ ലൈക്ക്ഡ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. എനിക്ക് ആ സിനിമ ഇഷ്ടമായില്ല എന്ന് പറയാൻ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ക്വസ്റ്റ്യനോ നെഗറ്റീവോ ഉണ്ടാക്കാൻ നമ്മൾ ഡിഡ് ഉപയോഗിക്കും. അപ്പോൾ ഐ ഡിഡിൻ ലൈക്ക് ദാറ്റ് മൂവി. എനിക്ക് ആ സിനിമ ഇഷ്ടമായില്ല. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിനോട് ആഡ് ചെയ്യാൻ നമ്മൾ നീദർ അല്ലെങ്കിൽ നോർ ഉപയോഗിക്കും. നീദർ ഡിഡ് ഐ. എനിക്കും ഇഷ്ടമായില്ല. നോർ ഡിഡ് ഐ. ഐദർ ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയും? ഐ ഡിഡിൻ ഐദർ. എനിക്കും ഇഷ്ടമായില്ല. ഞാൻ ആ അനുഭവം മറക്കില്ല. മറക്കുക, ഫൊർഗെറ്റ്. മറക്കില്ല എന്നാണ് പറയുന്നത്. വിൽ നോട്ട് ഫൊർഗെറ്റ്. ഐ വിൽ നോട്ട് ഫൊർഗെറ്റ്. ആ അനുഭവം, ദാറ്റ് എക്സ്പീരിയൻസ്.
ഐ വിൽ നോട്ട് ഫൊർഗെറ്റ് ദാറ്റ് എക്സ്പീരിയൻസ്. ഞാനും മറക്കില്ല. അതാണ് മറ്റേയാൾ പറയുന്നത്. നീദർ വിൽ ഐ അല്ലെങ്കിൽ നോർ വിൽ ഐ. അതും അല്ലെങ്കിൽ ഐ വിൽ നോട്ട് ഐദർ. ഞാൻ വീട്ടിൽ പോവുകയാണ്. ഐ എം ഗോയിങ് ഹോം. ഞാൻ വീട്ടിൽ പോവുകയാണ് എന്ന് പറയാൻ ഐ എം ഗോയിങ് ഹോം എന്ന് പറഞ്ഞാൽ മതി. ഗോയിങ്ങിന് ശേഷം ടു എന്ന പ്രിപ്പോസിഷൻ ഇല്ല കേട്ടോ. ഹോമിന് മുന്നിൽ നമ്മൾ പൊതുവേ ഇങ്ങനെ പ്രിപ്പോസിഷൻസ് അധികം യൂസ് ചെയ്യാറില്ല. അറ്റ് ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ സാധാരണഗതിയിൽ ഗോ ഹോം, വെന്റ് ഹോം ഇതിന്റെ ഒന്നും കൂടെ നമ്മൾ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യുന്നില്ല. ഐ എം ഗോയിങ് ഹോം. ഞാൻ വീട്ടിൽ പോവുകയാണ്. മറ്റേയാൾ പറയുന്നത് ഞാനും പോവുകയാണ് എന്നാണ്. സോ ആം ഐ. അത്രേ പറയണ്ടു. ആദ്യം ഉപയോഗിച്ച ആം എന്ന പ്രിപ്പോസിഷൻ തന്നെയാണ് രണ്ടാമതും യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഞാനും പോവുകയാണ് എന്നല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ സബ്ജക്റ്റ് ആയിട്ട് ഐ തന്നെ യൂസ് ചെയ്യുന്നത്. സോ ആം ഐ. ഞാൻ ഇതുവരെയും ഒരു ബൈക്ക് ഓടിച്ചിട്ടില്ല. അതെങ്ങനെയാ പറയുന്നത്? ബൈക്ക് ഓടിക്കുക, റൈഡ് എ ബൈക്ക്. ഇതുവരെയും ഓടിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ഇത്രയും കാലമായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിന് നമ്മൾ എപ്പോഴും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ ഇതുവരെയും എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും ഒരു ബൈക്ക് ഓടിച്ചിട്ടില്ല എന്നർത്ഥം. അതിങ്ങനെ പറയണം. ഐ ഹാവ് നെവർ റിഡൺ എ ബൈക്ക്. ഞാൻ ഇതുവരെയും ഒരു ബൈക്ക് ഓടിച്ചിട്ടില്ല. റൈഡ് എന്ന വെർബിന്റെ V3 ആണ് റിഡൺ. ഐ ഹാവ് നെവർ റിഡൺ എ ബൈക്ക്. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്. ഞാനും ഓടിച്ചിട്ടില്ല എന്നാണ് മറ്റേ ആൾക്ക് പറയേണ്ടത്. അതിവിടെ ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. അപ്പോൾ അതെങ്ങനെ പറയും? നെവർ എന്ന് കാണുമ്പോൾ മനസ്സിലാക്കണം കേട്ടോ, ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന്. നമ്മൾ നോട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നെവർ ഒരു നെഗറ്റീവ് വേർഡ് ആണ്. അതുകൊണ്ട് നെവർ വരുന്ന സെന്റൻസസും നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, അഫർമേറ്റീവ് അല്ല. ഇത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയത് കാരണം നമ്മളിവിടെ നീതറോ നോറോ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെയാണ് പറയുന്നത്. നീദർ ഹാവ് ഐ അല്ലെങ്കിൽ നോർ ഹാവ് ഐ. ഞാനും ഓടിച്ചിട്ടില്ല. ഐ ഹാവ് ഇൻ ഐദർ. ഞാനും ഓടിച്ചിട്ടില്ല എന്നർത്ഥം. ഞാൻ കാർട്ടൂൺ കാണാറേ ഇല്ല എന്ന് പറയുമ്പോൾ ഇത് ഹാബിറ്റ് ആണ് അല്ലെ. ഞാനൊരു കാര്യം ചെയ്യാറേ ഇല്ല അല്ലെങ്കിൽ പതിവായി ചെയ്യാറുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഹാബിറ്റ്സ് ആണ്. ഹാബിറ്റ്സിനെ കുറിച്ച് പറയാൻ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അപ്പം ഞാൻ കാർട്ടൂൺ കാണാറേ ഇല്ല എന്നെങ്ങനെ പറയും? ഐ നെവർ വാച്ച് കാർട്ടൂൺസ്. ഞാൻ കാർട്ടൂൺ കാണാറേ ഇല്ല. കാണുന്നതിന്, TV കാണുന്നതിന്, സിനിമ കാണുന്നതിനൊക്കെ നമുക്ക് വാച്ച് എന്ന് പറയാം. ഐ നെവർ വാച്ച് കാർട്ടൂൺസ്. ഞാൻ കാർട്ടൂൺസ് കാണാറേ ഇല്ല. ഞാനും കാണാറില്ല. മറ്റേയാൾ അതാണ് പറയുന്നത്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നീദർ അല്ലെങ്കിൽ നോർ ഉപയോഗിക്കണം. ഇവിടെ വാച്ച് എന്ന് പറയുന്ന ഈ വെർബ് ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി ഡു അല്ലെങ്കിൽ ഡസ് ആയിരിക്കും. ഇവിടുത്തെ ഞാനും കാണാറില്ല എന്നാണ് പറയേണ്ടത്. അതുകൊണ്ട് സബ്ജക്റ്റ് ഐ ആയത് കാരണം നമ്മൾ ഉപയോഗിക്കുന്നത് ഡു ആണ്. നീദർ ഡു ഐ അല്ലെങ്കിൽ നോർ ഡു ഐ ഡു നോട്ട് ഐദർ. അങ്ങനെയും നമുക്ക് പറയാം. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലെ മറ്റു വീഡിയോസും കാണുക. നമ്മൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വൈകുന്നേരം ഒരു 6 മണിക്കും 8 മണിക്കും ഇടയിലായിട്ടാണ് നോർമലി വീഡിയോസ് പോസ്റ്റ് ചെയ്യാറ്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ചില്ലെങ്കിലും കാണാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സന്ദർശിച്ചു നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.